ഈ കോപാന്തനായി കിടക്കുന്ന പരമശിവനെ ശാന്തനാക്കാൻ വേണ്ടി മഹാവിഷ്ണു കെട്ടിപ്പിടിച്ച് സമാധാനിപ്പിക്കുന്നതാണ്. ഭാര്യ മരിച്ച ദുഃഖത്താലുള്ള ആ പ്രയാസത്തിന് അയാളെ മുക്തിയാക്കാൻ വേണ്ടിയിട്ട് ഇക്കൊല്ലം എന്ന് വെച്ചാൽ അനവധി ഭക്തങ്ങൾ കർണാടക സ്റ്റേറ്റിൽ നിന്ന് കർണാടക സ്റ്റേറ്റിൻ്റെ പുള്ളി എന്ന് പറയാം. കർണാടക സ്റ്റേറ്റിൽ നിന്ന് ആൾക്കാർ വന്ന് അങ്ങനെ തമ്പടിച്ച് അങ്ങനെ ഇവിടെ ഈ പെരുമാളെ എന്താ ആരെയും അടിയന്തരത്തിന് വിളിക്കണ്ട. ഇവിടുത്തെ പെരുമാൾ ഉത്സവ കാര്യങ്ങൾക്ക് ആരെയും വിളിക്കേണ്ട ആവശ്യമില്ല. എല്ലാവരും അതാത് ഡേറ്റ് അറിഞ്ഞിട്ട് വന്ന് അവരവരെ കടമകൾ നിർവഹിക്കുക. കെട്ടിൻ്റെ കാടി എന്നാണ് അറിയപ്പെടുന്നത്. കുളത്തൂർ അത് അന്ന് ഇവിടെ ഒരുപാട് അറിയുമ്പോൾ പ്രസാദമായിട്ട് ജനങ്ങൾ കൊണ്ടുപോകാം. ഒരു മാസം വരെ എടുത്തിട്ടാണ് ഓട വെച്ച്. ഹായ് സുഹൃത്തുക്കളെ, നമസ്കാരം. എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാനിപ്പോൾ ഉള്ളത് കൊട്ടിയൂരിലാണ്. അതായത് ഈ വർഷത്തെ കൊട്ടിയൂർ മഹോത്സവമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് ഞങ്ങളിവിടെ വന്നത്. അതായത് ഇന്ന് 28-ാം തീയതി ശനിയാഴ്ചയാണ്. അപ്പോൾ ഇന്ന് കാണുന്നില്ല, ഇതിപ്പോൾ എടുക്കുന്നത് വൈകുന്നേരം ആണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ പൊതുവേ ഇപ്പോൾ ആൾക്കാരൊക്കെ കുറവാണ്. എല്ലാ ദിവസങ്ങളും ഒരുപാട് ആൾക്കാർ പല കർണാടക അങ്ങനെ ഭാഗത്ത് നല്ല വന്നിട്ട് ഇവിടെ 6 കിലോമീറ്റർ അപ്പുറത്തോളം ജാമാണ്, വാഹനങ്ങളൊക്കെ സ്തംഭിച്ച ഒരവസ്ഥ ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ അത് കുറച്ച് കുറവാണ്. ഏതായാലും നമുക്ക് എന്താക്കാം, ഇവിടുത്തെ കുറച്ച് കാഴ്ചകളും അതുമായിട്ട് ബന്ധപ്പെട്ട് ഈ കൊട്ടൂരിൻ്റെ ഐതിഹ്യം കൂടി നമുക്ക് ഈ ഒരു വീഡിയോയിലായിട്ട് കാണാം. ഓക്കെ. ശ്രീ തൃച്ചൂർ എന്ന കൊട്ടിയൂർ ദേവസ്വം 27 ദിവസത്തെ ഉത്സവം. 28-ാം ദിവസം ഉത്സവം തൃക്കാലത്തോടുകൂടി അവസാനിക്കുന്ന കത്സവം. പ്രധാന 4 ആരാധന: രേവതി ആരാധന, തിരുവോണ ആരാധന, അഷ്ടമി ആരാധന, രോഹിണി ആരാധന. അങ്ങനെ 4 ആരാധന കൂടി ഗംഭീരമായി. ആരാധന എന്ന് വെച്ചാൽ രോഹിണി ആരാധന ഈ കുറുമാത്തൂർ നായ്ക്കർ എന്ന് പറഞ്ഞ ഇതിൽ ആൾക്കാർ ഒരു നമ്പൂരി ബ്രാഹ്മണ ശ്രേഷ്ഠനാണ് ഇവിടെ വന്നിട്ട് ആലിംഗന പുഷ്പം ദേവനെ കെട്ടിപ്പിടിച്ചിട്ടുള്ള ആലിംഗന പുഷ്പാഞ്ജലിയാണ്. അതിൻ്റെ ഐതിഹ്യം എന്ന് വെച്ചാൽ ഈ കോപാന്തനായി കിടക്കുന്ന പരമശിവനെ ശാന്തനാക്കാൻ വേണ്ടി മഹാവിഷ്ണു കെട്ടിപ്പിടിച്ച് സമാധാനിപ്പിക്കുന്നതാണ്. ഭാര്യ മരിച്ച ദുഃഖത്താലുള്ള ആ പ്രയാസത്തിന് അയാളെ മുക്തിയാക്കാൻ വേണ്ടിയിട്ട് സമാധാനം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ചെയ്യുന്ന ഒരു ചടങ്ങാണ് രോഹിണി ആരാധനേൻ്റെ ആലിംഗന പുഷ്പാഞ്ജലി. ആലിംഗന പുഷ്പം അത് കഴിഞ്ഞാൽ പിന്നെ അതിനു മുമ്പേ ഉണ്ട് ഇത് ഇളനീരാട്ടം. ഇളനീരാട്ടം എന്ന് പറഞ്ഞാൽ ഇളനീര് വെപ്പ് അതിൻ്റെ തലേന്നിട്ട് അഷ്ടമിയായിരുന്നു ഇളനീര് ചെത്തി അഭിഷേകം നടത്തുന്നു. എത്രയോ ഭക്തജനങ്ങൾ ഇക്കൊല്ലം എന്ന് വെച്ചാൽ അനവധി ഭക്തജനങ്ങൾ കർണാടക സ്റ്റേറ്റിൽ നിന്ന് കർണാടക സ്റ്റേറ്റിൻ്റെ പുള്ളി എന്ന് പറയാം. കർണാടക സ്റ്റേറ്റിൽ നിന്ന് ആൾക്കാർ വന്ന് അങ്ങനെ തമ്പടിച്ച് അങ്ങനെ ഇവിടെ ഈ പെരുമാളെ എന്താണ് പറഞ്ഞ ഒരു ചടങ്ങാണ് ആദ്യം. അത് ഏത് മാസത്തിലും? അത് മേടമാസത്തിൽ. മേടമാസം ലാസ്റ്റ് തുടങ്ങിയിട്ട് ഒരു ചോതിക്ക് ചിത്രയായെന്ന് കഴിയുന്നതാണ് ഈ ഉത്സവം. ഒരു മാസം നക്ഷത്രത്തിൽ ചോതി നക്ഷത്രത്തിലാണ് ഇവിടെ ഉത്സവം തുടങ്ങുക. അത് ചിത്ര നക്ഷത്രം തൃക്കാൽസോട്ടോടുകൂടി അവസാനിക്കും. ആദ്യത്തെ ചടങ്ങെന്ന് വെച്ചാൽ ആയില്യർകാവിലെ പൂജ, പുറക്കൂഴെന്ന് പറഞ്ഞ ഒരു ചടങ്ങാണ്. അത് എല്ലാ അടിയന്തരക്കാരും കൂടി അവിടെ ആയില്യർകാവ് അക്കരെ അമ്പലത്തിലാണ്. ഒരു കാട്ടിൽ നടക്കുന്ന ഒരു പൂജ, നിഗൂഢ പൂജയാണ്.
അത് കഴിഞ്ഞാൽ പിന്നത്തെ വരുന്നത് 20 ദിവസം കഴിഞ്ഞാൽ പിന്നെ വരുന്നത് നീരെഴുന്നള്ളത്ത് എന്ന് പറഞ്ഞൊരു ചടങ്ങാണ്. അന്നാണ് അടിയന്തരക്കാരും പടിഞ്ഞാറ്റ നമ്പൂതിരിയുടെ നേതൃത്വത്തിൽ ഊരാളന്മാരും എല്ലാവരും കൂടി ഈ ക്ഷേത്രത്തിലേക്ക് വന്ന് ഈ ഓടച്ചപ്പിൽ നീരെടുത്ത് പുഴയിൽ നിന്ന് നീരെടുത്ത് തിരുമാള വിഗ്രഹത്തിൽ ഒഴിക്കലാണ് നീരെഴുന്നള്ളത്ത് എന്ന് പറയുന്നത്. അങ്ങനെ അത് കഴിഞ്ഞാൽ പിന്നെ ഇവിടെ ജീവനക്കാർ വന്ന് എല്ലാ കയ്യാലകളും കെട്ടുകളൊക്കെ താമസ സൗകര്യത്തിന് വേണ്ടി എല്ലാം കെട്ടി ഉണ്ടാക്കണം. പിന്നെ അങ്ങനെ അത്രയും ദിവസം കൊണ്ട് കെട്ടി ഉണ്ടാക്കി ഇവിടെ പിന്നെ അടിയന്തരം തുടങ്ങുക, ചോദിക്ക് തുടങ്ങും. നെയ്യാട്ടത്തോടുകൂടി ഇവിടെ ഉത്സവം ആരംഭമായി. നെയ്യാട്ടം കഴിഞ്ഞ് അവസാനിക്കുന്നത് ചിത്രയായെന്ന് തൃക്കാൽച്ചാട്ട് കളഭാഭിഷേകത്തോടുകൂടി അവസാനിക്കും. ഇവിടുത്തെ വേറൊരു പിന്നെ പ്രധാനപ്പെട്ട ഒരു ഇത് സത്യമായിട്ട് തോന്നുന്നത് വെച്ചാൽ ഇവിടെ എത്രയോ വിറകുകൾ ഒരു പിക്കപ്പ് വരുന്നത് വിറക് ഒരു ദിവസം അടുപ്പിൽ നിവേദ്യത്തിന് കത്തിക്കുന്നുണ്ട്. പക്ഷേ ഒരു കൈയിൽ കൊള്ളുന്ന വസ്ത്രം പോലും നമുക്ക് കിട്ടൂല. ഇത് തളിപ്പറമ്പ് രാജരാജ ക്ഷേത്രത്തിലേക്ക് പോകുന്ന സങ്കല്പം അത് ഇന്നും ഇവിടെ ഒരു നഗ്നമായ സത്യമാണ്. അടുപ്പിലൊരു ലേശം പോലും പിന്നെ ചാരം നമുക്ക് കാണില്ല. ആ ഭസ്മം അത് തൊടാൻ വേണ്ടിയിട്ട് 4 ഭാഗത്ത് വിട്ടു. അത് വന്നിട്ട് ഭക്തജനങ്ങൾ എല്ലാവരും അവിടെ എടുത്ത് തൊടും. ഇന്നും ഒറിജിനലായിട്ട് ഇത്രയും കൃത്യതയോടുകൂടി കൊണ്ടുപോകുന്ന ഒരു ക്ഷേത്രം കേരളത്തിൽ വിരളമാണ്. ഇല്ല എന്ന് പറയുന്നില്ല, പക്ഷേ ഇതേപോലെ ഒരു ക്ഷേത്രമില്ല. ക്ഷേത്രം എൻ്റെ ഓർമ്മയിൽ എവിടെയും ഞാൻ കണ്ടതായി എനിക്ക് ഇതില്ല. ഇത്രയും നല്ലൊരു മഹാക്ഷേത്രമാണ് ഈ കൊട്ടിയൂർ മഹാക്ഷേത്രം. ക്ഷേത്രമില്ല, ക്ഷേത്രമില്ല. മണിത്തറ ഇപ്പോൾ ഇവിടെ കണ്ട ക്ഷേത്രവും ഇല്ല. പക്ഷേ താൽക്കാലികമായി 27-28 ദിവസത്തേക്ക് കെട്ടിയുണ്ടാക്കി എല്ലാ ബ്രാഹ്മണ ശ്രേഷ്ഠന്മാരും ഇവിടുത്തെ ജീവനക്കാരെല്ലാം പിന്നെ വന്ന് ഇത് അടിയന്തരം നിവർത്തിച്ച് ഭംഗിയാക്കി തീർക്കുക എന്നാണ് ഇതിൻ്റെ. ആരെയും അടിയന്തരത്തിന് വിളിക്കണ്ട. ഇവിടുത്തെ പെരുമാൾ ഉത്സവ കാര്യങ്ങൾക്ക് ആരെയും വിളിക്കേണ്ട ആവശ്യമില്ല. എല്ലാവരും അതാത് ഡേറ്റ് അറിഞ്ഞിട്ട് വന്ന് അവരവരെ കടമകൾ നിർവഹിക്കുക. അത്രയും ശ്രേഷ്ഠമായ ഒരു പുണ്യഭൂമിയാണ് ഈ മഹാക്ഷേത്രം. ഓടപ്പവും ദക്ഷന്റെ ചാടി എന്നാണ് അറിയപ്പെടുന്നത്. ഓടപ്പവും അത് അന്ന് ഇവിടെ ഒരുപാട് അറിയുമ്പോൾ അത് പ്രസാദമായിട്ട് ജനങ്ങൾ കൊണ്ടുപോകുന്നത്. 1 മാസം വ്രതം എടുത്തിട്ടാണ് ഓട വെച്ച് കൊണ്ടുവന്നിട്ട് വെച്ച് ചെയ്ത് റെഡിയാക്കിയിട്ടാണ് കൊടുക്കുന്നത്. ഇതൊരു അവസരം കൂടിയാണ് ഇത് അവസരം എന്ന് വെച്ചാൽ നമ്മൾ ഈ ഓടപ്പം കൊണ്ടിട്ട് 1 വർഷം കഴിഞ്ഞ് വീട്ടിലേക്ക് കെട്ടിയിട്ട് അതിൽ 2 ഒന്നിലെ നദിക്കായിരുന്നു. അതെല്ലാം അതിൻ്റെ അടുത്തേക്ക് പിന്നെ വാഴയിലുണ്ട്. വാഴയിലിട്ട് കഴിച്ച് നമ്മൾ ഇടത് പ്രസാദം അതുപോലെ തുട നമ്മൾ ഉപയോഗിക്കാം. പക്ഷേ ചവക്കാരെ കളയാൻ പാടില്ല. ഒന്നിൻ്റെ വെള്ളത്തിലുണ്ട് 2 വാഴ.